ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. കുറേ നാൾ ശേഷം കേട്ടോ നല്ലൊരു വെയിൽ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മഴ കൊണ്ട് വീഡിയോ എടുക്കാനും ഭയങ്കര മടി ഉള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊക്കെ ഒന്നും അധികം എടുക്കാറ് പോലും ഇല്ല. ജസ്റ്റ് ആ ഫുഡ്സിൻ്റെ മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോലെ ഇന്ന് നല്ല വെയിലും നല്ലൊരു പോസിറ്റീവ് ഒരു എനർജി പോലെ എനിക്ക് കിട്ടണ ഒരു ഫീലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ അമ്മേനെ കൊണ്ടാക്കിയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മ ജോലി സ്ഥലത്ത് പോയിരിക്കുക. പിന്നെ ഞാൻ ഇവിടെ അയ്യപ്പാ വീട്ടിൽ കയറിയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എനിക്ക്. സത്യം പറഞ്ഞാൽ ഓൾറെഡി രാവിലെ എല്ലാം കഴിഞ്ഞു. ഇനി പണിയെന്ന് വെച്ചാൽ തൂക്കാനുണ്ട്. പിന്നെ ഐ തിങ്ക് സോ അടുക്കളയിൽ പാത്രം കുറച്ച് കഴുകാനുണ്ടെന്ന് തോന്നുന്നു, അതും കൂടി കഴുകണം. പിന്നെ ദൈവത്തിൻ്റെ ഒന്ന് കുറച്ചൊന്ന് ക്ലീൻ ആക്കി കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷം, ഇവിടുത്തെ വിശേഷം കേട്ടോ. എൻ്റെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോവും. സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇപ്പോഴും റെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്നു ഞാൻ. അപ്പോൾ റിക്കവർ ആവണതേ ഉള്ളൂ. അകത്തല്ലേ നമ്മുടെ ആ പാട് ചെറുതായിട്ടല്ലേ, അപ്പോൾ അത് റിക്കവർ ആവണതേ ഉള്ളൂ. വെള്ളമൊന്നും ആവാൻ പാടില്ല, സൂക്ഷിച്ച് കുളിക്കണം, അങ്ങനെയൊക്കെ കുറേയൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെയാണ് പോകുന്നത്. എങ്ങനെയാണ് എൻ്റെ വിശേഷം? പിന്നെന്താ, പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷം കേൾക്കട്ടെ. ഇതുകൊണ്ട് നല്ല വെയിലാട്ടോ, പുറത്ത് നല്ല വെയിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഞങ്ങളങ്ങനെ ഡോറും കാര്യങ്ങളൊന്നും തുറക്കാറൊന്നുമില്ല. ഈ ഫുള്ളും തണുപ്പടിച്ചിട്ട് ഒന്നും തുറക്കാറൊന്നുമില്ല. എനിക്കാണെങ്കിൽ പൊടിയുടെ അലർജിയാണ്. രാവിലെ ആകുമ്പോൾ തുമ്മൽ സ്റ്റാർട്ടാവും എനിക്ക്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് എന്താ പറയുക, ദൈവത്തിൻ്റെ അത് ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ എന്തുവാ ഞാൻ കാണിച്ചു തരാവേ. പിന്നെ എൻ്റെ ഈ ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുന്നുപോലെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കണം, അതൊക്കെ സെറ്റാക്കണം. പിന്നെ വേറെ ഇവിടെ ഈ ബെഡ്റൂമിലേക്ക് ഇപ്പോൾ അത്യാവശ്യം ഇവിടെ ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം ക്ലീനൊക്കെ തന്നെയാണ്. അപ്പോൾ നൈറ്റിങ് കാര്യങ്ങളൊക്കെ അതൊക്കെ മടക്കി വെക്കണം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളൊന്ന് ക്ലീൻ ആക്കണം. അങ്ങനെ ചെറിയ ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഫുള്ളായിട്ട് പരിപാടിയൊന്നും ഇല്ല. പിന്നെ അടുക്കള നോക്കുമ്പോൾ അടുക്കളയിൽ പാത്രം മാത്രം കഴുകിയാൽ മതി ഇനി. അപ്പം അങ്ങനെ. അപ്പം നമുക്കന്ന് വേഗം പാത്രം പോയി കഴുകിയിട്ട് വരാം കേട്ടോ. പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ചു. ഇപ്പം തൂക്കാനുണ്ട് കേട്ടോ. വേഗം തൂത്തിട്ടൊക്കെ വരാം. അപ്പോൾ തൂത്തൊക്കെ കഴിഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക, തൂക്കം മീൻസ് പൊടികൾ ഫുള്ള് അലർജി എനിക്ക്. ഇപ്പം അമ്മ അടുക്കളയിൽ എന്തെങ്കിലും മസാല എന്തെങ്കിലും ചെയ്താൽ അതും എനിക്ക് അലർജിയാണ്. എനിക്ക് മാക്സിമം ഞാൻ തൂക്കാനൊന്നും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുന്ന ഒരു ആളാട്ടോ ഞാൻ. കാരണം വെച്ചാൽ എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയല്ല, കാരണം വെച്ചാൽ പൊടി എനിക്ക് ഒട്ടും പറ്റത്തില്ല. എനിക്ക് ഈ പൊടി കണ്ടാലേ എനിക്ക് തുമ്മൽ സ്റ്റാർട്ടാവും. പിന്നെ അമ്മ എന്തെങ്കിലും മസാല ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് രാവിലെ തുമ്മൽ സ്റ്റാർട്ടാകും, അത് ഉറപ്പാണ്. എനിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഭയങ്കര അലർജിയാണ്. പിന്നെ സർജറിയും കൂടി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു സൂക്ഷിക്കണമെന്ന്. കാരണം വെച്ചാൽ പൊടിയൊന്നും അധികം കൊള്ളാണ്ട് സൂക്ഷിച്ചൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം തുമ്മലെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിൻ്റെ തുമ്പത്തുണ്ട്. എനിക്ക് തുമ്മണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കുക. എനിക്ക് പറ്റത്തില്ല തീരെ. എനിക്ക് ഭയങ്കര സൈനസിൻ്റെ പ്രശ്നമുണ്ട് എനിക്ക്. അങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ പ്രശ്നം. എനിക്ക് തുമ്മലിനാണ് ഏറ്റവും എനിക്ക് ഇഷ്ടത്തെ സാധനം. അത് തന്നെയാണ് എനിക്ക് തുമ്മി ഒരു എന്താ പറയുക, തലവേദന തുടങ്ങും, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നം. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, വേറെ ഒന്നുമല്ല. ഞാൻ ടി വിയും കണ്ട് പിന്നെ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. ഇന്ന് അമ്മ എനിക്ക് സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി, യെസ്, ബിരിയാണി.
കണ്ടോ ഗൈസ്, ചിക്കൻ ബിരിയാണി. ഞാൻ ഇപ്പോൾ കുറച്ച് പഠിച്ചിട്ടൊക്കെ വന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഉഴുന്നും അരി ഒന്ന് വെള്ളത്തിയിടാൻ. അപ്പോൾ അതൊക്കെ വെള്ളത്തിയൊക്കെ ഇട്ടു. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് TV കാണാമെന്ന് വിചാരിച്ചു. 4 മണിയാവാറായി. അപ്പോൾ അമ്മേ ഭയങ്കര മടി. അപ്പോൾ കുറച്ച് TV ഒക്കെ കണ്ടിട്ട് കുറച്ച് ഫ്രഷൊക്കെ ആയി ചായ കുടിച്ചിട്ട് പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇറങ്ങുവാണ്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി വ്ളോഗ് എടുക്കാം. ഞാനിവിടെ എത്തി. ഇതാട്ടെ ഇവിടുത്തെ ആംബിയൻസ്. കൊള്ളാട്ടെ, നല്ല ആംബിയൻസാണ്. കട്ട പോസ്റ്റാണ്. ഞാൻ 6 മണിക്ക് 6:30 ആകുമ്പോഴേ ഇറങ്ങത്തുള്ളൂ. പിന്നെ കട്ട പോസ്റ്റാണ്, കുറച്ച് കട്ട പോസ്റ്റാണ്. അവൾ വരട്ടെ കാണാൻ. സർപ്രൈസ് കൊടുക്കും ഒരാൾക്ക്. Happy birthday to you. Happy birthday dear Rabi. Happy birthday to you. എന്താടാ അയ്യോ സെറ്റ് നോക്കാം. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല ഫ്ലേവറായിരുന്നു, നല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ വീട് എത്തിയതേ ഉള്ളൂ കേട്ടോ. ആൾ കുറച്ച് ചെറുതായിട്ട് ലേറ്റായി. പിന്നെ ആൾ കുറേ സർപ്രൈസായി. ആളിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ വരുമെന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ബിബി. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ജോലിക്കൊക്കെ ഒരേ സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് അവനെ വിളിച്ച് പറഞ്ഞു, എടാ ഇങ്ങനെയൊക്കെയാണ്, നീ ഒന്ന് അവളെയും കൂട്ടിയിട്ട് വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അഭിനയം കൊണ്ടുവന്നു. ആൾ തന്നെ സർപ്രൈസായി, നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാനും സന്തോഷിച്ചു. ആളും ഭയങ്കര സർപ്രൈസ്ഡുമായി, ആളും കുറേ ഹാപ്പിയായി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ കാണാം.